ഹലോ! ഇന്നത്തെ നമ്മുടെ ഈ പുതിയ പര്യവേക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുന്നിലുള്ള തിളങ്ങുന്ന ആധുനികമായ ആ കമ്പ്യൂട്ടർ ഡെസ്കിലേക്കൊന്ന് നോക്കൂ. അവിടെ എപ്പോഴും നിങ്ങളുടെ വിരലുകൾക്ക് താഴെയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമുണ്ട്. അതെ, നിങ്ങളുടെ കീബോർഡ്. ഒറ്റനോട്ടത്തിൽ ഇത് വെറുമൊരു പ്ലാസ്റ്റിക് ബോർഡായി തോന്നാമല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു കമാൻഡ് സെന്ററാണ്. നമ്മുടെ വിരൽത്തുമ്പിലൂടെ കമ്പ്യൂട്ടറിന് ജീവൻ നൽകുന്ന ഈ അത്ഭുത ലോകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. ഡിജിറ്റൽ ലോകവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങളുടെ കൈകളിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ മനസ്സിലെ ചിന്തകളെയും ആശയങ്ങളെയും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലം ഈ ഒരു ഹാർഡ്വെയർ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഈ കീബോർഡാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പര്യവേഷണത്തിൽ നമ്മൾ 4 പ്രധാന മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. പ്രധാന ഇൻപുട്ട് ഉപകരണം. 2. ആൽഫ ന്യൂമെറിക് ഫംഗ്ഷൻ കീകൾ. 3. നാവിഗേഷൻ ഫോർമാറ്റിംഗ് ടൂളുകൾ. ഒപ്പം 4. മോഡിഫയർ പ്രത്യേക കീകൾ. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ പ്രധാന ഇൻപുട്ട് ഉപകരണം, അല്ലെങ്കിൽ ഇവ എങ്ങനെയാണ് ഒരു ആഗോള നിലവാരം സജ്ജമാക്കുന്നത് എന്ന് നോക്കാം. ഇത് നോക്കൂ, ലോകത്ത് പലതരത്തിലുള്ള കീബോർഡ് ലേഔട്ടുകൾ ലഭ്യമാണ്. ഡിവോറാക്, അസേർട്ടി പോലെയുള്ള ലേഔട്ടുകൾ ചില പ്രത്യേക ഉപയോഗങ്ങൾക്കും പ്രദേശങ്ങൾക്കുമായി നിലവിലുണ്ട്. പക്ഷേ എവിടെ പോയാലും നമ്മൾ സ്ഥിരമായി കാണുന്ന ആ സ്റ്റാൻഡേർഡ് ലേഔട്ട് ഏതാണ്? അതെ, അത് QWERT കീബോർഡുകളാണ്. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. ആൽഫ ന്യൂമെറിക് ഫംഗ്ഷൻ കീകൾ, നമ്മുടെ കീബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ. ആൽഫ ന്യൂമെറിക് കീകൾ എന്ന് വിളിക്കുന്ന ഈ ഭാഗം നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ചിഹ്നങ്ങൾ, ഇതെല്ലാം ഈ മേഖലയിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, എപ്പോഴും ആക്റ്റീവായിട്ടുള്ള കീബോർഡിലെ ഡിസ്ട്രിക്റ്റ് ഇതാണ്. ടൈപ്പിംഗിന്റെ അടിസ്ഥാനം തന്നെ ഈ കീകളാണ്. ഇനി ഇതിൽ ശരിക്കും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിലായി കാണുന്ന ആ കീകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവ കമ്പ്യൂട്ടറിലെ ഇൻബിൽറ്റ് ഫംഗ്ഷനുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. F1 മുതൽ F12 വരെ മൊത്തം 12 ഫംഗ്ഷൻ കീകൾ. ഒരു സ്പർശനത്തിൽ തന്നെ വലിയ വലിയ ഷോർട്ട്കട്ടുകളും നിർദ്ദേശങ്ങളും നൽകാൻ ഈ 12 കീകൾ നമ്മെ സഹായിക്കുന്നു. മൂന്നാമത്തെ ഭാഗം നാവിഗേഷൻ ഫോർമാറ്റിംഗ് ടൂളുകൾ, അല്ലെങ്കിൽ സ്ക്രീനിലെ ചലനവും രൂപകൽപ്പനയും. ഒരു ഡോക്യുമെന്റിലൂടെ വളരെ സുഗമമായി നൃത്തം വെച്ച് നീങ്ങുന്ന ഒരു കർസറിനെ മനസ്സിലൊന്ന് കണ്ടുനോക്കൂ. ഈ ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ നാവിഗേഷൻ കീകളാണ് കേട്ടോ. മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും നീങ്ങാനുള്ള ആരോ കീസ്, വരികളുടെ തുടക്കത്തിലേക്കും ഒടുവിലേക്കും ഒറ്റയടിക്ക് പോകാനുള്ള ഹോം, എൻഡ് കീകൾ, അതുപോലെ പേജ് അപ്പ്, പേജ് ഡൗൺ. നമ്മുടെ സ്ക്രീനിലെ മൊത്തം മൂവ്മെന്റും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. ഇനി കീബോർഡിലെ ഏറ്റവും വലിയ കീ ഒന്ന് ശ്രദ്ധിച്ചേ. ഒറ്റനോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടും അല്ലേ? അതാണ് സ്പേസ് ബാർ. ടൈപ്പ് ചെയ്യുമ്പോൾ വാക്കുകൾക്കിടയിൽ കൃത്യമായ അകലം നൽകുന്നത് ഈ ഭീമനാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പടിപടിയായി രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്പേസ് ബാറിനു പുറമെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനെ കൃത്യമായി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റു ചില കീകൾ കൂടിയുണ്ട്. കൃത്യമായ ഇൻഡന്റേഷൻ നൽകാൻ ടാബ് കീ, അതുപോലെ പുതിയൊരു വരിയിലേക്ക് മാറാൻ എൻറർ കീ. ഈ 3 കീകളും ചേർന്നാണ് നമ്മുടെ ടെക്സ്റ്റുകളെ വളരെ മനോഹരമായി ഫോർമാറ്റ് ചെയ്യുന്നത്. അവസാനമായി നമ്മൾ 4ാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. മോഡിഫയർ പ്രത്യേക കീകൾ, അതായത് ചില നൂതന നിയന്ത്രണങ്ങൾ. ഈ മോഡിഫയർ കീകൾ ശരിക്കും ഒരു വീഡിയോ ഗെയിമിലെ പവറപ്പുകൾ പോലെയാണ്. ഒരു കീ അമർത്തുമ്പോൾ അതിനോടൊപ്പം ഷിഫ്റ്റ്, കൺട്രോൾ അല്ലെങ്കിൽ ഓൾട്ട് കീ കൂടെ ഉപയോഗിച്ചാൽ അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ Ctrl+C, Ctrl+V പോലെയുള്ള ഹിഡൻ ഷോർട്ട്കട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കീകൾ ഉള്ളതുകൊണ്ടാണ്. ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ സ്വാഭാവികമായും നമുക്ക് തെറ്റുകൾ പറ്റാമല്ലോ. അപ്പോൾ സഹായിക്കാനായി ചില സ്പെഷ്യൽ ആളുകളുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തത് മായ്ച്ചു കളയാൻ ഉപയോഗിക്കുന്ന ഡെലീറ്റ്, ബാക്ക് സ്പേസ് എന്നിവയും, അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ പെട്ടെന്ന് സഹായം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഹെൽപ്പ് കീയും ഇതിലുൾപ്പെടുന്നു. ഇവയ്ക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോഗിൾ കീകൾ ശരിക്കും നമ്മുടെ വീട്ടിലെ ലൈറ്റ് സ്വിച്ചുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്.
ഒരു തവണ അമർത്തുമ്പോൾ അത് ഓണാകുന്നു, വീണ്ടും അമർത്തുമ്പോൾ അത് ഓഫാകുന്നു. അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ ഉപയോഗിക്കുന്ന ക്യാപ്സ് ലോക്ക്, അക്കങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം ആക്റ്റീവാക്കാൻ സഹായിക്കുന്ന നംലോക്ക്, ഇവയൊക്കെ ഒറ്റയടിക്ക് ആ കീബോർഡിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ പര്യവേഷണത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആഗോള ലേഔട്ടായ QWERTY കീബോർഡിന്റെ വിവിധ ഭാഗങ്ങളും അതിന്റെ ഉള്ളറകളും വളരെ വ്യക്തമായി മനസ്സിലാക്കി. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മൾ വിരലുകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്താണ് വിവരങ്ങൾ നൽകുന്നത്. നാളെ നമ്മുടെ ചിന്തകളെ നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ ഈ പ്ലാസ്റ്റിക് കീകൾക്കപ്പുറം മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ വന്നേക്കാമോ? ഒരുപക്ഷെ വെറുതെ ചിന്തിച്ചാൽ മാത്രം ടൈപ്പ് ചെയ്യപ്പെടുന്നൊരു കാലം വന്നാലോ? ഭാവിയിലെ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയുള്ളതായിരിക്കും? ആവേശകരമായ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ പര്യവേഷണം നമുക്ക് അവസാനിപ്പിക്കാം. കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. വാചകങ്ങൾക്കപ്പുറമുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.